ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ 7ാമത്തെ കൊല്ലം ഓണാഘോഷവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മാസ് ആർട്ട് സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് ഞങ്ങളുടെ ക്ലബിൻ്റെ പേര്. ആദ്യം ഞങ്ങൾ വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു, പിന്നീട് ഞങ്ങളുടെ അനിയന്മാരാണ് ഇപ്പോൾ ഇതിന് മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വലിയ വലിയ താങ്ക്സ്. പിന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് എൻ്റെ വീട്ടിലുള്ള പരിപാടി എന്താ ഞങ്ങളുടെ ഗ്രൗണ്ടാണ് കേട്ടോ. ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ചെറുപ്പകാലം മൊത്തം ഇവിടെ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ അനിയന്മാരാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഇവരൊക്കെ പിള്ളേരായിരുന്നു, ചെറിയ ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പോൾ എല്ലാവരും വലുതായി. അതിൻ്റെ ഒപ്പം ഞങ്ങൾ വലിയ ആൾക്കാരും കൂടി പരിപാടി ഗംഭീരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇറങ്ങി എല്ലാവരും. ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാം. സ്വാതായിരമൊരുങ്ങുന്നേ പടിയാതെന്നും വാക്കതു പൊന്നാൻ എന്നമ്മ വരമായി മാറുന്നേ. ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നല്ല വെയിലായതുകൊണ്ടേ എല്ലാ പരിപാടികളും നടത്താൻ പറ്റിയില്ല. കുറച്ച് പരിപാടികൾ നടത്തിയുള്ളൂ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഗാനമേള ഉണ്ടായിരുന്നു വൈകുന്നേരത്ത്. അപ്പോൾ അതിന് മുന്നേ ഈ പരിപാടികളൊക്കെ തീർത്തു. ഈ പറഞ്ഞ പോലെ വടംവലിയും കാര്യങ്ങളും പിന്നെ കുറേ കുട്ടികൾ അവർക്ക് വേണ്ടിയുള്ള ഗെയിംസ്, ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു കേട്ടോ. വടം വലിക്കുന്നവർക്ക് നമ്മൾ നേന്ത്രക്കൊല, അതാണല്ലോ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതായിരുന്നു. പിന്നെ ഒരുപാട് വലിയ ആൾക്കാർ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാ വട്ടവും നമ്മുടെ ഒപ്പം കൂടാറുള്ള എല്ലാവരും ഇത്തവണയും കൂടി. അപ്പോൾ ഗംഭീരമായി പരിപാടിയൊക്കെ അടിപൊളിയായി നടന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റിയ എൻ്റെ ബെസ്റ്റ് മൊമെൻ്റാണ്. ഈ ഓണത്തിൽ നിറവേറ്റാൻ വാക്കുകൾ മഹാബലി പകർന്ന പോലെ